ബിഗ് ബോസ് സീസൺ 7 ലൈവില് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് കടന്നേക്കാണ്. ഇതൊക്കെ ഇനി നടക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. ഏതായാലും മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ വരുമ്പോൾ നമുക്കൊരു പ്രൊഫഷനൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ വന്ന് ഓരോന്നൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ മറ്റെന്ത് പ്രൊഫഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ അനീഷിന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്നുള്ളത് എഴുത്താണ്. അപ്പൊ എഴുത്തിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നതും ആ ഒരു ലക്ഷ്യത്തിലാണ്, പോകുന്നതും അതേ ലക്ഷ്യത്തിലാണ് എന്ന് നല്ല സ്റ്റഡി ആയിട്ട് പറഞ്ഞു. എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം അനീഷ് അങ്ങനെ വലിയ ആഡംബരം ഒന്നും കാണിക്കാറില്ല. ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നടക്കുമ്പോഴും ഷാനവാസ് പോയപ്പോഴും അതിന്റെ ആ ഒരു വേദനയും ഓവറായിട്ട് ആക്ട് ചെയ്ത് കുളമാക്കാതെ, അതുപോലെ തന്നെ രണ്ട് ചേരി തിരിഞ്ഞ് ഇപ്പം ആണുങ്ങളുടെ ടീമും പെണ്ണുങ്ങളുടെ ടീമുമായിട്ട് മാറുമ്പോൾ പോലും സാബുമാൻ കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും അനീഷ് അവിടെ കാണിക്കുന്നില്ല. അനീഷ് നൈസായിട്ട് അനീഷിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് അനാവശ്യമായി ഒരു പ്രശ്നത്തിലും ഇടപെടുന്നില്ല എന്ന് ഇപ്പൊ ബോധ്യമായിട്ടുണ്ട്. അതേപോലെ അനീഷിൻ്റെതായ ഒരു ഭാഗം അവിടെ കാണിക്കുന്നുണ്ട്. രണ്ടാമത് വന്നത് സാക്ഷാൽ അക്ബർ ആണേ. അക്ബർ വന്നിട്ട് അക്ബർ ഒരു പാട്ടുകാരനാണ്. ആ ഒരു മേഖലയിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഹിന്ദിയിലൊക്കെ പാട്ട് പാടണം, അതുപോലെ തന്നെ അവസരങ്ങൾ കിട്ടണം എന്നാണ് കരുതിയതെങ്കിലും ബിഗ് ബോസ് ഹൗസിലെ കുറച്ച് പാഠങ്ങളൊക്കെ മാറി ചിന്തിക്കാൻ, പാട്ടുകാരനിൽ നിന്ന് മാറി ചിന്തിക്കാനാണ് അക്ബറിന് സാധിച്ചതെന്ന് പറയുന്നുണ്ട്. ഉറപ്പായിട്ടും അക്ബറിന്റെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമാണ്, വേറൊന്നുമല്ല. ഇവിടെ വന്ന സമയത്ത് അക്ബറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു വലിയ വൃത്തികെട്ട പരാതി എന്ന് പറയുന്നത് അക്ബർ നമുക്കെടുത്ത ചീത്തയെ വിളിക്കൂ. അത് അക്ബർ മാത്രമല്ല, അവിടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അക്ബറിന് നല്ല രീതിയിൽ വാർണിംഗ് കിട്ടിയതാണ്. അക്ബറിന്റെ വായിൽ നിന്ന് വരുന്ന ഭാഷ എന്ന് ലാലേട്ടൻ പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറഞ്ഞ മറ്റൊരു കാര്യം, അക്ബറിനെ സത്യം പറഞ്ഞ അക്ബർ ജെനുവിനായിട്ട് സംസാരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പാട്ട് പാടുന്ന പരിപാടിയൊക്കെ നിർത്തി വീട്ടിൽ ഇരുന്നിട്ട് പകരം രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയാൽ കൊള്ളാമെന്ന്. സത്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ആദിലയും നൂറയും ഇതിനെക്കുറിച്ചൊരു കാര്യം പറയാറുണ്ട്. അതായത് അക്ബർ ഒരു വിഷയത്തെ, അത് സാബുമാനം പറഞ്ഞിട്ടുണ്ട്, ഒരു വിഷയം നടന്ന് ആ ഒരു വിഷയത്തെ മറ്റൊരാൾക്ക് നറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അക്ബർ സംസാരിക്കുന്ന രീതി കേട്ടാ നമ്മൾ കൺവിൻസ്ഡ് ആവും. ഭയങ്കര കൺവിൻസിങ് സ്റ്റാർ ആണ് അക്ബർ. അക്ബർ പറയുന്ന കാര്യത്തിൽ നമുക്കൊരു ലോജിക്ക് ഫീൽ ചെയ്യും. എനിക്കൊന്ന് ലാലേട്ടനും ആ ട്രാപ്പിൽ പെട്ടുപോയി എന്നാ തോന്നുന്നത്. അക്ബർ ഒരു കാര്യം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ശരിയാണല്ലോ, അക്ബർ പറഞ്ഞത് ശരിയാണ്, നമുക്കങ്ങനെ തോന്നും. പക്ഷെ കഴിഞ്ഞ ആ ഒരു 2-3 ആഴ്ച ലാലേട്ടന്റെ എപ്പിസോഡില് മറ്റേ ജിസേലിന്റെയും ഒനീലിന്റെയും ആരിന്റെയൊക്കെ വിഷയം വന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, സത്യം അക്ബറിനൊപ്പം മാത്രം നിൽക്കാൻ തോന്നിയ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ആ സമയത്ത് അക്ബർ എന്തൊരു ശുദ്ധനാണ്, എന്തൊരു പാവമാണ്, എന്തൊരു നല്ല മനുഷ്യനാണ് എന്ന് പൂർണ്ണമായിട്ടും തോന്നി അങ്ങനെ അഭിപ്രായം പറഞ്ഞ ആളാണ് ഞാൻ. അത് ആവശ്യമൊക്കെ ഞാൻ ഇപ്പൊ വീണ്ടും അങ്ങനെ തന്നെ പറയുന്നുള്ളൂ. അതൊക്കെ അക്ബറിന്റെ ഭാഗത്താണ് ന്യായം. പക്ഷെ ഇപ്പൊ നടക്കുന്ന പല കാര്യങ്ങളിലും അക്ബറിന്റെ സ്റ്റാൻഡ് നിൽക്കുന്നത് എനിക്കറിയില്ല. അക്ബർ അഭിനയിക്കുകയാണോ, അക്ബർ പെട്ടുപോയതാണോ, ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അക്ബർ ഒരു കൺവിൻസ് ചെയ്ത് കേൾക്കുന്ന ആളെ ഇത് തെറ്റല്ല, ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന് അക്ബർ തീരുമാനിക്കുന്ന തെറ്റ് നമ്മുടെ തെറ്റും, അക്ബർ തീരുമാനിക്കുന്ന ശരി നമ്മുടെ ശരിയും എന്ന ലെവലിലേക്ക് അക്ബർ കൊണ്ടുപോകുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അക്ബർ പറയുന്നത് വെച്ചാൽ ഇവിടെ പല അലിഗേഷൻസും, അത് ഈ പറഞ്ഞ ബസ്സിന്റെ കേസിൽ അത് അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ സമ്മതിക്കുന്നു. അങ്ങനെയുള്ള പല ആരോപണങ്ങളും തനിക്കെതിരെ വരുമ്പോൾ അവിടെ പോലും തനിക്ക് പിടിച്ചു നിൽക്കാൻ, അങ്ങനെ സംസാരിക്കാനും അത് കേട്ട് കണ്ട് നിൽക്കാനും ഒക്കെ സാധിക്കുന്ന ആ ഒരു ലെവലിലേക്ക് താൻ കുറെ മാറിപ്പോയി. അതുകൊണ്ട് തനിക്ക് രാഷ്ട്രീയത്തിൽ ഒരു ഭാവിയുണ്ട് എന്നാണ്. സത്യമാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെ മുഴുവൻ അടിച്ചാക്ഷേപിക്കുന്ന ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. പറഞ്ഞത് മാറ്റി പറയാനും ഇവിടെ പറ്റും. അതുപോലെ വലിയ വലിയ അലിഗേഷൻസും വലിയ പ്രശ്നങ്ങളും മഞ്ഞ പത്രങ്ങളും ഒക്കെ ഇവിടെ വരുമ്പോഴും അവിടെ ഓക്കെ സമ്മതിച്ചു, ഇത് സംഭവിച്ചേ, സോറിയേ എന്ന് പറഞ്ഞത് അത് തേച്ചു മാച്ച് കളയാനും പറ്റും. അതായത് നമ്മൾ കാണാറുണ്ടല്ലോ, വലിയ വലിയ രാഷ്ട്രീയക്കാർ വലിയ വലിയ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചതിന് ശേഷം ഒരൊറ്റ പബ്ലിക് ആയിട്ടുള്ള ഒരു മാപ്പ് കൊടുക്കുമ്പോൾ അത് അവിടെ തീരും. അതേപോലൊരു കാര്യമൊക്കെ അക്ബർ പറയുന്നുണ്ട്. കൊള്ളാം അക്ബറെ, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ശരി, നല്ലൊരു ഭാവി രാഷ്ട്രീയത്തിൽ ഉണ്ടാവട്ടെ. ഇനി അടുത്ത കുറെ പേര് വരുന്നതിനകത്ത് സാബുമാൻ വന്നിട്ട് കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് സാബുമാനൊന്നും ഈ കരിയർ അല്ലെങ്കിൽ പ്രൊഫഷൻ എന്നുള്ളതിൽ ഒരു ഫോക്കസ്ഡ് അല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയ അതൊരു ഹിറ്റായി വന്ന സമയത്ത് ഒരുപാട് പേര് കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇല്ലാതായി പോയ അല്ലെങ്കിൽ നിലവാരം നഷ്ടപ്പെട്ടു പോയ ഒരു പ്രൊഫഷൻ ഉണ്ട്. ഞാനൊക്കെ ഇരയാക്കപ്പെട്ടത് അവിടെയാണ്. അതായത് ജേർണലിസം, മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു വിഷയം സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അവരുടെ കയ്യിലെടുത്തിട്ട് അമ്മാനമാടാൻ പറ്റുന്ന ഒരു ലെവലിലേക്കാണ്. അതായത് കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ജേർണലിസം, മാധ്യമ പ്രവർത്തനമായി മാറിയ ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ
ഒരു വ്യക്തി പറയുന്ന ഒരു വാക്ചാതുര്യമുള്ള ഒരു വ്യക്തിക്ക് സംസാരിച്ച് ഫലിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ എന്ത് കള്ളത്തരത്തിനെയും സത്യമാക്കുകയും അതുപോലെ തന്നെ എന്ത് ഒരു വലിയൊരു സത്യത്തെ അത് പച്ച കള്ളമാക്കി മാറ്റാനും സാധിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനും ഉണ്ട്. മേ ബി അങ്ങനെ ഒരു ഒരുപാട് പേര് വന്ന കൂട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ട് എങ്ങനെയൊക്കെയോ എത്തിപ്പെടുന്ന ആൾക്കാരാണ്. സംസാരിക്കാൻ കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മുഖം കാണിച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ സാബുമാൻ പറഞ്ഞ കാര്യം ഏതെങ്കിലും ഒരു എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ ഒരു ലെവലിൽ ഫേമസ് ആവുക എന്നുള്ളതും, പിന്നെ എനിക്കിപ്പം അഭിനയിക്കാൻ കുഴപ്പമില്ല, ഞാൻ അഭിനയിക്കാൻ കുഴപ്പമില്ല, ഒരു ആക്ടർ ആവാൻ പറ്റും എന്ന് സാബുമാൻ പറയുന്നുണ്ട്. ഇനി ബിഗ് ബോസ് തന്നെ എടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ ഹൗസിൽ വന്നതിന് ശേഷം എന്ത് പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നു? അപ്പൊ പറയാ, ഞാൻ സൈക്കോളജി പഠിച്ചിട്ട് കുറച്ച് തെറാപ്പി ആ ഒരു ലെവലിലേക്ക്, അതായത് ഇവിടെ കുറെ അധികം മനുഷ്യരെ കണ്ടു അതുകൊണ്ട് അങ്ങനെയെന്ന്. പിന്നെ നൂറയും ആദിലയും വന്നു. നൂറയും ഏകദേശം സാബുമാൻ പറഞ്ഞതുപോലെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആദില പറഞ്ഞത് ഒരു മീഡിയ ചാനൽ എന്നൊക്കെയാണ്. അതാ ഞാൻ പറഞ്ഞത്, ആർക്ക് വേണമെങ്കിലും ഒരു മീഡിയ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കുറെ പേര് മഞ്ഞപത്രം എന്ന് പറയും, കുറെ പേര് ഫാക്ട് എന്ന് പറയും എന്നൊക്കെ പറഞ്ഞാലും ഏകദേശം എല്ലാം ഇപ്പൊ ഒരേ സ്വരമാണ്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അക്ബറിൻ്റെതാണ്. ബാക്കി ഇനി ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ ലൈവ് അപ്ഡേറ്റ്സുമായി ഉടനെ തന്നെ വരാം. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.